ഹായ് ഫ്രണ്ട്സ് ഒരു പോവാം ചെമ്മീൻ ഹീറോൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയായിരുന്നു. നിങ്ങൾ ഇവിടേക്ക് വന്നത് നിങ്ങൾ റിയാളാണ്. ചെമ്മീൻ അടുത്ത് വന്നു. ഞാൻ റിയാൾ തന്നെയാണ്. ചെമ്മീൻ ചിരിച്ചായിരുന്നു. ഹീറോയ്ക്ക് ഷാക്കാൻ അടുത്ത് വന്നത്. ചെമ്മീൻ വന്ന് അടുത്ത് വന്നായിരുന്നു. അങ്ങനെ ഫ്ലവർ ഉണ്ടായിരുന്നു ചെമ്മീൻ്റെ കയ്യിൽ. അങ്ങനെ ചെമ്മീൻ അതെടുത്ത് ഇങ്ങനെ ഫ്ലവർ കട്ടി പ്രപ്പോസ് ചെയ്തായിരുന്നു ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഇത് റിയാളാണോ ഫേക്കാണെന്ന് ഹീറോയിനെ നോക്കായിരുന്നു. ചെമ്മീൻ പ്രപ്പോസ് ചെയ്ത ഹീറോ ഷാക്കായി നോക്കായിരുന്നു. നമ്മളെ മാരി മീ മാരേജ് പ്രപ്പോസ് ചെയ്തായിരുന്നു ജമീൻ. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ജമീൻ യെസ് ജമീൻ എന്ന് പറയായിരുന്നു. അങ്ങനെ ജമീനക്ക് ഒന്നും മനസ്സിലായില്ല. ജമീൻ അങ്ങനെ ഹീറോയുടെ അടുത്ത് വന്നു കിസ് ചെയ്യാൻ ട്രൈ ചെയ്തായിരുന്നു. ജമീൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ശരി ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സംസാരിക്കാമെന്ന് പറഞ്ഞു. ജമീൻ കുറച്ച് സംസാരിക്കാമായിരുന്നു. ഇപ്പോൾ അതൊരു സൈഡ് നോക്കാം നമുക്ക്. ഹീറോയുടെ അമ്മ വീട്ടിലൊക്കെ ഇങ്ങനെ അവിടെ പോയായിരുന്നു. മാരേജ് പ്ലേസൊക്കെ അങ്ങനെ പോയായിരുന്നു. കാർ സ്റ്റോപ്പായി. ഇപ്പം എന്താ ചെയ്യുക? അങ്ങനെ വിട്ട് ഉണ്ടാതിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ബ്ലാക്ക് കാർ വന്നായിരുന്നു. നീ ഇറങ്ങിയായിരുന്നു. ജെമ്മിൻ അമ്മി ഡാഡിയായിരുന്നു. നിങ്ങളെന്താ ചെയ്യുന്നത്? എന്താ പ്രശ്നം അത്? നിങ്ങൾ പ്രിയൻ്റെ അച്ഛനമ്മയില്ലേ കേട്ട്? അതെ പ്രിയ ഇങ്ങനെ ഇവിടെ ഉള്ള പ്ലേസ്. അതെ നിങ്ങൾ ജെമ്മിൻ്റെ മമ്മി ഡാഡിയാണ്. ജെമ്മിൻ പറഞ്ഞ അതെ ഇങ്ങനെ ഐഡൽ സിംഗർ ഹീറോയിൻ അമ്മയ്ക്ക് അങ്ങനെയാണോ എന്ന് പറഞ്ഞു. അതില്ല നിങ്ങളുടെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ വെച്ചായിരുന്നു. നിങ്ങൾ വീട്ടിലേക്ക് പോകല്ലേ? ഇല്ലപ്പാ അത് ഒരു കോഫി എന്ന് പറഞ്ഞ് നിങ്ങൾ കുറച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു കോഫി ഷോപ്പിൽ നിന്ന് സംസാരിക്കാതെ അങ്ങനെ ജിമ്മിനക്ക് ഇവർക്ക് മാരേജ് ചെയ്യിക്കാം എന്ന് പറഞ്ഞായിരുന്നു. അവിടെ മാരേജ് കഴിഞ്ഞ ശേഷം ഇവർക്ക് മാരേജ് ചെയ്യിക്കാമെന്ന് ജിമ്മിനും അമ്മി ഡാഡി പറഞ്ഞായിരുന്നു. ശരി ഓക്കെ ഞങ്ങൾ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ വരാം. അപ്പോൾ ഈ ഡേസ് നല്ല ഡേ കിട്ടുന്നുണ്ടോ അങ്ങനെയായിട്ട് പറയാം. ശരി ഓക്കെ എന്ന് അവർ സംസാരിച്ച് അവിടെ നിന്ന് പോയായിരുന്നു. ഇത് ഹീറോയ്ക്ക് അറിയില്ല. എന്നാൽ ജിമ്മിന് ഹീറോയുടെ അടുത്ത് വന്ന് കേസ് ചെയ്തെന്ന് പറഞ്ഞു. ഹീറോയിനെ പിടിച്ചിരുന്നു. ജിമ്മിൻ എന്താ ചെയ്യുന്നത്? ഇല്ല റൂം എത്തിപ്പെട്ടു എന്ന് ഹീറോയി പറഞ്ഞു. ജിമ്മിൻ മാരേജ് എൻ്റെ മമ്മീൻ്റെ മമ്മി ഓൾറെഡി സംസാരിച്ചായിരുന്നു. നമുക്ക് പോവാം എന്ന് ഹീറോയിൻ റൂമൊക്കെ എടുത്താണ്. അങ്ങനെ ഹീറോയിനെ വെച്ച് ടോർച്ച് ചെയ്തു. അയ്യോ വീട് ജിമ്മിൻ പറഞ്ഞു. രണ്ടുപേരും ടൈം ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ റൊമാൻസ് നന്നായിട്ടുണ്ടായിരുന്നു. മാരേജ് നടന്നാണ്. ജിമ്മിൻ പോയായിരുന്നു. ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് നന്നായിട്ട് ഹീറോയ്ക്ക് കൂടെ ജിമ്മിൻ ഭയങ്കര റൊമാൻസ് ആയിരുന്നു. അങ്ങനെയായിട്ട് പിന്നെ ജിമ്മിൻ ഡ്രസ്സ് ഓൾറെഡി കൊണ്ടുവന്നു. അത് എടുത്തിട്ട് പോയിരുന്നു. ഹീറോ മമ്മി ഒന്ന് സംസാരിക്കാം. പ്രിയ എന്തമ്മ ഇനി എനിക്ക് കോളേജൊക്കെ ഒന്ന് പോകണ്ട. എന്തമ്മ അതില്ല ഇനി ഹീറോയിൻ ഒന്നും അറിയില്ല ഇതിനൊക്കെ. അങ്ങനെ ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങായിരുന്നു. റെഡി ആയിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ ജിമ്മിൻ്റെ ഫാമിലി വന്നായിരുന്നു. ഹീറോയിന് പെണ്ണ് കാണാം. ഇനി പിന്നെ പെണ്ണ് കാണാൻ വരാം. അതെനിക്കത് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. ഹീറോയിൻ റെഡി ആയിട്ട് വന്നായിരുന്നു. ഹീറോയിൻ തലകുകയായിരുന്നു. അങ്ങനെ ചെക്കനെ പിടിച്ചിടാം എന്ന് നോക്കുമ്പോൾ ജിമ്മിൻ ഷോക്കായിരുന്നു. ജിമ്മിന് കണ്ണടച്ചായിരുന്നു. ഹീറോയ്ക്ക് വേഷാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ മാരേജിൽ വെക്കുക നല്ല ദിവസമാണ്. ഇങ്ങനെ ഹീറോയ്ക്കും ജിമ്മിനൊക്കെ മാരേജ് പ്ലാൻ. അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. ഇന്ത്യ സൈസ് മാരേജ് കഴിഞ്ഞു. പിന്നെ കൊറിയയിലേക്കും പോയായിരുന്നു. കൊറിയ സൈസ് മാരേജ് ആയിരുന്നു. ജിമ്മിൻ പറഞ്ഞായിരുന്നു ശരി ഓക്കെ നീ ഇവിടെ പഠിച്ചോ ജിമ്മിൻ? അത് ശരി ഓക്കെ നീ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് പഠിച്ചോ? അതോ ജിമ്മിൻ പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. എക്സാം നീ ഇവിടേക്ക് വന്നിരിക്കുമോ എന്ന് പറഞ്ഞു. ജിമ്മിൻ്റെ വീട്ടിൽ പിടിച്ച് കില്ലാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിൻ ചിരിക്കായിരുന്നു. ഓക്കെ ജിമ്മിൻ എന്ന് പറഞ്ഞായിരുന്നു. ടീച്ചർ പ്രിൻസിപ്പളിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. എപ്പോഴും ക്ലാസ് ഇത് എക്സാം വരുന്നത് അപ്പോൾ പറയണമെന്ന് പറഞ്ഞായിരുന്നു. ഹീറോ ചിരിച്ചിട്ട് അങ്ങനെ ജിമ്മിൻ കൂടെ ഭയങ്കര ടെസ്റ്റ് ആയിരുന്നു. ജിമ്മിൻ ഇവിടെ കൊണ്ട് ഔട്ടിങ്ങിൽ കറങ്ങായിരുന്നു. ജിമ്മിന് പറയുന്നുണ്ടെങ്കിൽ ടേസ്റ്റ് പോകാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിനിക്ക് ബേബീസ് ജനിച്ചാൽ 3 കുട്ടികൾ ട്രിപ്പിൾസാണ്. അങ്ങനെ ജിമ്മിനിക്ക് 2 ബോയ് ഒരു ഗേൾ ബേബിയാണ്. ജിമ്മിനും ബേബീസിനെ കൊണ്ട് മമ്മി അഡ് എന്ന് പറഞ്ഞ് 3 കുട്ടികളുണ്ടായി. ജിമ്മിന് ഇവിടെ മേക്കപ്പ് ചെയ്ത് തലയെല്ലാം വേറിയിട്ടെല്ലാം ഹെയർ സ്റ്റൈൽ ചെയ്ത് ജിമ്മിന് ഇത് കണ്ടിട്ട് ഷോക്കായിരുന്നു. ജിമ്മിന് പറയാൻ തുടങ്ങി ഞാൻ ബേബീസ് ചോദിച്ചത് ഇതാ ലിഫ്റ്റിക് കൂടി ഡാഡാ എന്ന് പറഞ്ഞ ഗേൾ ബേബിയുടായിരുന്നു. ജിമ്മിനെ കോൾ കണ്ട് ഹീറോ ചിരിക്കായിരുന്നു. അങ്ങനെ ഇട്ട് ജിമ്മിന് ഒരു മഞ്ഞ് പ്ലേസിൽ പോയായിരുന്നു. ഈ ഫോട്ടോ എത്തുമ്പോൾ അത് ഫ്ലവർ എടുത്ത് ജിമ്മിനും ഹീറോയിനും കൈ കൊടുത്തായിരുന്നു. ജിമ്മിനും അതേ കോസ്റ്റ്യൂമും കൊടുത്തായിരുന്നു. രണ്ടുപേരും ഇത് ഫോട്ടോ എടുക്കായിരുന്നു. ബേബീസെല്ലാം കാണുമ്പോൾ അങ്ങായിട്ടുണ്ടല്ലോ മമ്മിയും ഡാഡിൻ്റെ കപ്പിൾസ് ഫോട്ടോ അതേ എന്ന് പറഞ്ഞ് 3 കുട്ടികൾ പറയായിരുന്നു. 3 കുട്ടികൾക്ക് ഇപ്പോൾ 6 വയസ്സായി. അങ്ങനെ 6 വയസ്സായിരുന്നു. കുട്ടികൾ ഓരോന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഡാഡയുടെ ഫോട്ടോ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ നന്നായിട്ട് ഫോട്ടോ എടുക്കായിരുന്നു. ഫസ്റ്റ് ബേബി ശരി ഓക്കെ എന്ന് ഇങ്ങനെ ഫുള്ള് ഞങ്ങൾ ഒരു ഷൂട്ട് ചെയ്യാനും മമ്മീൻ്റെ വീഡിയോസിൽ ഡാഡി വീഡിയോസ് എല്ലാം അങ്ങനെ കുട്ടികൾ ഓരോന്ന് വീഡിയോസ് എടുക്കാമായിരുന്നു. നന്നായിട്ട് ഫോട്ടോസ് അങ്ങനെ കുട്ടികൾ വീഡിയോസ് കൊടുത്തായിരുന്നു. അതുകൊണ്ട് ഫേമസ് ആണ്. വേണം ഇതിൽ നോക്കാം ഡാഡീൻ്റെ വീഡിയോസ് കൊടുക്കുന്നത്. അങ്ങനെ കുട്ടികൾ വീഡിയോസ് ഇങ്ങനെ കൊടുക്കാമായിരുന്നു. ജിമ്മിൻ്റെ അടുത്ത് കേട്ടിട്ടാണ് കുട്ടികൾ വീഡിയോസ് കൊടുക്കുന്നത്. അങ്ങനെ വേണം ഡാഡീൻ്റെ ഗ്രൂപ്പ് ഇതിൻ്റെ ഡാഡി ഗ്രൂപ്പാണ്. ഇതിലും മമ്മിയും ഡാഡിൻ്റെ വീഡിയോസ് ഞങ്ങൾ വേണം നോക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ജിമ്മിൻ്റെ ബേബീസാണ്.
അങ്ങനെ വീഡിയോസ് ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് കാട്ടായിരുന്നു. ഇതാണ് എൻ്റെ ക്രിയേറ്റ് വീഡിയോസ് എന്ന് പറയുന്നു മോൻകുട്ടികൾ. ഓക്കെ ഓക്കെ, അങ്ങനെ രണ്ടുപേരും നല്ല സൂപ്പർ കപ്പിളെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യായിരുന്നു. ഹീറോയി ചിരിക്കുകയായിരുന്നു. ഹീറോയി പറഞ്ഞ കാർട്ടൂൺസിൽ ഇങ്ങനെ കാർട്ടൂൺ ഡബിങ് അതെല്ലാം ആഡ് ചെയ്ത് ഇത് ചെയ്യുന്നത് വേവ്സ് വെച്ച് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജിമ്മിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വേവ്സ് കാർട്ടൂൺ ഇതിൽ ഭയങ്കര ഹീറോയി കാർട്ടൂൺ നന്നായിട്ട് റിലീസ് ചെയ്തതാണ്. അത് നല്ല ടോപ്പാണ്, നല്ല ഫേമസ് ആണ് കാർട്ടൂൺ. അത് നിങ്ങൾ സൂപ്പറായിട്ടാവും. ഹീറോ എങ്ങനെ വേണം ട്രഡീഷൻസ് കാർട്ടൂൺ നന്നായി സൂപ്പറായിട്ട് കൊടുക്കുമായിരുന്നു. ഹീറോയിൻ്റെ കമ്പനി നല്ല ടോപ്പ് കമ്പനിയായി മാറിയായിരുന്നു. ഹീറോ എല്ലാവരും ഓരോന്ന് കമ്പനിക്ക് ഓരോന്നിട്ട് ഇതാ ചെയ്യാൻ മാത്രമേ ഹീറോയിൻ്റെ കമ്പനിയിലായിരുന്നു നല്ല സൂപ്പർ ചെയ്യുന്നത്. ഓൾറെഡി കമ്പനി ഉണ്ടായിരുന്നു മാത്രം ആ കമ്പനിക്ക് ഇപ്പോൾ കമ്പനി ഒന്നുമില്ലായിരുന്നു. ഒരു കാർട്ടൂൺസ് കമ്പനി അതിൽ നോർമലായിട്ടുണ്ടായിരുന്നു. എല്ലാ കമ്പനിയും വിട്ടായിരുന്നു. അങ്ങനെ ഹീറോയി സ്വന്തം ഒരു കമ്പനി തുടങ്ങി. ഭയങ്കര ഫേമസ് ആണ് ഹീറോ ഡ്രസ് ഡിസൈൻ. കാർട്ടൂൺ പറഞ്ഞാൽ അതിലെങ്ങനെ കാർട്ടൂൺ ഡ്രസ്സുണ്ട് അതേമാതിരി റിയൽ ലൈഫിൽ ഡ്രസ്സുണ്ട്. ഹീറോ ഫാഷൻ ഡിസൈൻ പഠിച്ചിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് ഫാഷൻ ഡിസൈൻ, ഹീറോ അല്ല ഫാഷൻ ഡിസൈൻ കമ്പനി, ആഡിറ്റിംഗ് കമ്പനിയാണ് ഹീറോയി പഠിച്ചത്. ഹീറോയിൻ്റെ ഫ്രണ്ട് കാർട്ടൂൺ ഹീറോയി കാർട്ടൂൺ കമ്പനി, അവൾ ഫാഷൻ ഡിസൈൻ പഠിച്ചായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് കീർത്തി ഒരു ഫാഷൻ ഡിസൈൻ പഠിച്ചായിരുന്നു. അങ്ങനെ വീക്കും കീർത്തിക്കും നല്ല കപ്പിൾസ് ആയിരുന്നു. വലിയൊരു കമ്പനി, അതെല്ലാം എല്ലാ കമ്പനിയും ഉണ്ട്. ഹീറോയിൻ്റെ ഇങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. 87 വൈഫ് ഓരോന്ന കമ്പനി, ആ കമ്പനിയിലാണ് ഓരോന്നാളാക്കും ഓരോന്ന് ഡിപ്പാർട്ട് ജോലി ചെയ്യുന്നതാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവരുടെ കമ്പനിയാണ് നല്ല ടോപ്പാണ്. ഹീറോ ആറമ്മിൻ്റെ വൈഫ് അല്ല ജിന്നിൻ്റെ വൈഫ് ഇങ്ങനെ പറഞ്ഞ മേക്കപ്പ് കുറിച്ചത് അത് സ്കിൻ ഏതെന്നുള്ള മേക്കപ്പ് അതിനെ കുറിച്ചിട്ടാണ് ചെയ്യുന്നത്. ആറമ്മിൻ്റെ വൈഫ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതാണ്, ക്ലാസ് ടീച്ചറാണ്. അവിടെ സ്പെഷ്യൽ ക്ലാസ് ട്രെയിനിങ് ആണ് പഠിപ്പിക്കുന്നത്. അത് ഹീറെല്ലാം ബുദ്ധിശക്തി മൈൻഡ് അതൊരു പവർ, അത് ഫുഡ് ഇതാക്കുക ടാബ്ലറ്റ് ഉണ്ടാക്കുക നല്ല ഏതെല്ലാം മെമ്മറി വരാം അത് ഒന്ന് ക്ലാസ് എടുക്കായിരുന്നു. ഹീറോയി ഡാൻസ് ടീച്ചറാണ് ജേഹോഫിൻ്റെ വൈഫ്. പിന്നെ ജിമ്മിൻ്റെ വൈഫ് ഇങ്ങനെ കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിക്കുകയാണ്. ഡാൻസ് കപ്പിൾ ഡാൻസ് പഠിപ്പിക്കും. പിന്നെ ആക്ടിങ് പഠിപ്പിക്കുകയാണ് ജിമ്മിൻ്റെ വൈഫ്.